സ്പെഷ്യൽ ട്രെയിനിന്റെ പ്ലാറ്റ്ഫോം മാറ്റിയെന്ന അറിയിപ്പാണ് റെയിൽവേ സ്റ്റേഷനിൽ 18 പേർ മരിക്കാനിടയായ തിരക്കിനും കാരണമെന്ന് RPFന്റെ റിപ്പോർട്ട്. ഉദ്യോഗസ്ഥർ തിരക്ക് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അനൗൺസ്മെന്റ് ഉണ്ടായത്. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാകും രണ്ടംഗ സമിതിയുടെ റിപ്പോർട്ട് ഉണ്ടാവുക. രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാകേഷ്, 3 ട്രെയിനുകളാണ് ആ സമയത്ത് അവിടെ എത്തിയിരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് സംഭവിച്ചത്? ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് എന്താണ്? രഞ്ജിത്ത്, RPF റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിലാണ് അനൗൺസ്മെന്റ് ആണ് ഈ അപകടത്തിലേക്ക് നയിച്ചത്. സ്പെഷ്യൽ ട്രെയിൻ പ്രയാഗ്രാജിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിനിന്റെ സംബന്ധിച്ച അറിയിപ്പാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാക്കുന്നത്. കാരണം പ്രയാഗ്രാജിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിൻ 12 നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെടുമെന്ന അറിയിപ്പ് ആദ്യം വന്നിരുന്നു. ഈ അറിയിപ്പ് വരുന്നത് ഏതാണ്ട് 8:45 കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ തന്നെ 12 നമ്പർ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെ അടുത്ത അനൗൺസ്മെന്റ് കൂടി വന്നു. ഇതിൽ പറയുന്നത് 16 നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പ്രയാഗ്രാജിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിൻ പുറപ്പെടുക എന്നായിരുന്നു. ഈ സമയത്ത് 14 നമ്പർ പ്ലാറ്റ്ഫോമിൽ മഗധ് എക്സ്പ്രസ് ഉണ്ടായിരുന്നു. 15 നമ്പർ പ്ലാറ്റ്ഫോമിൽ ഉത്തർ സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ് ഉണ്ടായിരുന്നു. ഇതുകൂടാതെ 10:10 പുറപ്പെടേണ്ട പ്രയാഗ്രാജ് എക്സ്പ്രസിലേക്കുള്ള യാത്രക്കാരും ആ 14 നമ്പർ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എല്ലാ ആളുകളും ഇവിടെ ഉണ്ടായിരുന്നു. ഈ അനൗൺസ്മെന്റ് വന്നതിന് തൊട്ടു പിന്നാലെ 12, 13 പ്ലാറ്റ്ഫോമുകളിലും ഒപ്പം തന്നെ 14, 15 പ്ലാറ്റ്ഫോമുകളിലും ഉണ്ടായിരുന്ന ആളുകൾ ഫുട് ഓവർ ബ്രിഡ്ജ് വഴി അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു. കാരണം 12 നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെടുമെന്ന് പറഞ്ഞ തീവണ്ടി 16 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയെന്ന അറിയിപ്പ് വന്ന സാഹചര്യത്തിൽ ആളുകളെല്ലാം തന്നെ ആശയക്കുഴപ്പമുണ്ടായി. അവരെല്ലാം തിരക്കുകൂട്ടി ഓവർ ബ്രിഡ്ജിന് മുകളിൽ കയറി. ഇതേ സമയം തന്നെ മറ്റ് ട്രെയിനുകളിൽ പോകാനുള്ള ആളുകൾ ഫുട് ഓവർ ബ്രിഡ്ജ് വഴി താഴേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ വലിയ തിക്കുന്നുരക്കുണ്ടായി, ആളുകൾ നിലത്തേക്ക് വീണു എന്നാണ് പറയുന്നത്. ഇതാണ് അപകടത്തിലേക്ക് നയിച്ചത്, 18 പേരുടെ മരണത്തിനിടയാക്കിയതെന്നാണ് RPF ഉദ്യോഗസ്ഥൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രവുമല്ല, തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ചില ഇടപെടലുകൾ RPFന്റെ ഭാഗത്തുണ്ടായിരുന്നു. ലീവിലുള്ള ഉദ്യോഗസ്ഥരെ അടക്കം വിളിച്ചു വരുത്തിയിരുന്നു. അതിനുശേഷം ഈ ഫുട് ഓവർ ബ്രിഡ്ജിൽ നിന്ന് ആളുകളെ തിരക്ക് നിയന്ത്രിക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടെയാണ് ഈ അനൗൺസ്മെന്റ് ഉണ്ടായത്. അപ്പോൾ ആളുകൾ ഇറച്ചു കയറി പിന്നീട് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് പറയുന്നത്. ഏതായാലും രണ്ടംഗ സമിതി ഇപ്പോൾ റെയിൽവേ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് കൂടാതെയാണ് മറ്റ് വിഭാഗങ്ങളെയും പ്രത്യേകിച്ച് RPF അടക്കമുള്ളവരെന്ന് റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. RPFന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും ഇനി രണ്ടംഗ സമിതി അന്തിമ റിപ്പോർട്ട് റെയിൽ മന്ത്രാലയത്തിന് സമർപ്പിക്കുക. രഞ്ജിത്ത്, രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.